കാര്യം? നവോത്ഥാന കാലഘട്ടത്തിൽ പിതൃശൂന്യ പത്രപ്രവർത്തനത്തിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തിയാൽ നിസ്സംശയം പറയാം, അത് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് കിട്ടും. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എൻ്റെ മകനോളം ഇപ്പൊ ഈ നാട്ടിൽ ആരുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇവന്റെ തല കണ്ട അന്ന് മുതൽ എനിക്ക് പ്രശ്നങ്ങളോട് പ്രശ്നം. ദൈവത്തെ പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റെഫ്യൂജ് ഓഫ് ദി സ്കൗണ്ടറൽ എന്നൊരു ചൊല്ലുണ്ട്. തെമ്മാടികളുടെ അവസാന അഭയസ്ഥാനമാണ് രാഷ്ട്രീയമെന്ന്. ഒന്ന് തിരുത്തി പറഞ്ഞാൽ അത് അരുൺകുമാറിന് ചേരും. സന്തോഷായി, നല്ല സന്തോഷായി. കുട്ടിക്കൊടുപ്പുകാരുടെ അവസാന അഭയകേന്ദ്രമാണ് ഈ പത്രപ്രവർത്തനം. വെളി തൊട്ട് സംസാരിക്കരുത്. PS-ന്റെ അന്ത്യയാത്രാ നേരം ഉമ്മൻചാണ്ടിയെ ഒരു കാര്യവുമില്ലാതെ അപമാനിച്ചതോടെ ജനത്തിന് ഇതുവരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന സംശയം മാറി. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. പത്രപ്രവർത്തകരിലെ കൂട്ടിക്കൊടുപ്പുകാരിലെ പത്രപ്രവർത്തകനുമാണ് ഈ അരുൺകുമാർ എന്ന്. എന്നാൽ ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. അത് മനസ്സിലായി. അരുൺകുമാറിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ, മാധ്യമപ്രവർത്തകന് രാഷ്ട്രീയ നിലപാടുകളും ഉണ്ടാവണം. പക്ഷേ രാഷ്ട്രീയ പിമ്പിങ് അല്ല ഈ പത്രപ്രവർത്തനം എന്ന് പറയുന്നത്. തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല. അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്, രാഷ്ട്രീയ പിമ്പിങ്, രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പ്. എല്ലാ ജോലിക്കും ഒരു അന്തസ്സൊക്കെ ഉണ്ടെന്നേ. അതുകൊണ്ട് നിങ്ങളുടെ അതേ ചിന്താഗതി തന്നെയാണ് എനിക്കുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഞങ്ങളെ പോലെ അമ്മാവന് ഒരു ഒന്നാം തരം പിഴയാ. കൂടി പോകുന്ന വാണം തോട്ടിയിട്ട് പിടിച്ച് കാലിന്റെ ഇടയിൽ വെച്ച് പൊട്ടിക്കുകയാണ് നീ പലപ്പോഴും പത്രപ്രവർത്തനം എന്ന പേരിൽ അരുൺ നീ ചെയ്തു പോരുന്നത്. ആളോட സ്പിരിറ്റ് എനിക്ക് നല്ല தெரியும் സാർ. നീ 2023 കേരള യുവജനോത്സവത്തിലേക്ക് ബ്രാഹ്മണിക്കൽ ഹെജിമണി കൊണ്ടുവന്നു. യുവജനോത്സവത്തിൽ നോൺ വെജ് വിളമ്പുന്നില്ല എന്ന് പറഞ്ഞ് പാചക വിദഗ്ധൻ പഴയടം നമ്പൂരിയെ നീ പള്ളു പറഞ്ഞു. മരമുറി മുതലാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പിണറായി സഖാവിനും വിടുവേല ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. മടിയിൽ കനമിച്ചിരി ഒന്നും അല്ലല്ലോ അല്ലേ ഉള്ളത്. അരുൺകുമാർ എന്തിനാണ് CPM-നും പിണറായിക്കും വേണ്ടി കുനിഞ്ഞു കുമ്പിട്ട് നടുവടിക്കുന്നത്? നീ കുറെ നേരമായി കിളച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല. സാറെന്നെ തെറ്റിദ്ധരിക്കണ്ട. ഒരു പ്രതിപകാരം പ്രതീക്ഷിച്ചല്ല ഞാനിത് ചെയ്യുന്നത്. 1.5 ചക്രം ഗുണ്ടയുടെ പണി സഖാക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഉപതെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ CPM സ്ഥാനാർത്ഥികളെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത്. വെറുതെ ഒന്നിക്കൽ ഒരു സസ്പെൻഷൻ, അല്ലെങ്കിൽ എന്റെ പിള്ളേരെ ഇറക്കി ഒരു ചോരക്കളി. പിള്ളേരെ? ഏത് പിള്ളേര്? മറന്നു. ബാലജനസഖ്യം. എന്തിനാണ് ഇപ്പോഴും സഖാക്കൾക്ക് വേണ്ടി മാമാപ്പണി ചെയ്യുന്നത്? 2026 പൊതു തിരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയാവാൻ നിനക്കൊരു അവസരം കിട്ടിയാലോ അല്ലേ? കാര്യഗൗരവമുള്ള ഒരാളല്ലേ. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ജോർജും നികേഷും നടന്ന വഴിയെ ഒന്ന് ഞാൻ പറഞ്ഞാൽ അടുത്ത പൊതു തിരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയാണ് അരുൺകുമാർ ഈ കുനിഞ്ഞു നിൽപ്പും കൂട്ടിക്കൊടുപ്പെങ്കിൽ എന്നു തീരും എന്റെ കഷ്ടമിന്നി മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ.